ഭർത്താവിനെ ദൈവം മാറ്റാനായിട്ട് പോവാ. നിന്റെ ഭർത്താവ് ആശുപത്രി കിടക്കുന്നേ ഞാൻ കാണുക. പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ആ ആശുപത്രി മുറിയിലേക്ക് ദൈവം ഇറങ്ങി ചെല്ലാൻ പോവാ. ഹസ്ബൻഡ് സൗഖ്യമാകുമെന്ന് പറഞ്ഞപ്പോ നീ എന്തോ വിചാരിച്ചു? അപ്പൊ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം എന്നോട് ഡോക്ടർ പറഞ്ഞു എന്തായാലും അഡ്മിഷൻ കിട്ടും, എന്നൊരു ഡിസ്ചാർജ് ആവില്ല, കാരണം എൻഡോസ്കോപ്പി ചെയ്താൽ മാത്രമേ എന്തിനും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നിട്ട് പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞ ഡിസ്ചാർജ് ആയിട്ട് കേസ് പറഞ്ഞില്ല. പക്ഷെ ആ സമയത്ത് ഹസ്ബൻഡിന്റെ കയ്യിൽ ഡിസ്ചാർജ് ഉണ്ടായിരുന്നു. ഒന്ന് കൈയെടുത്തൊരു സ്വതന്ത്രം പറയാ. ഇവൾ ഇവിടുന്ന് ഫോൺ വിളിച്ച് പറയുമ്പോ ഡോക്ടർ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് ഡിസ്ചാർജ് സമ്മർ കൈയിരിക്കുക. ഒന്ന് കൈയടിച്ചൊരാമയും പറയോ. കല്യാണം കഴിഞ്ഞപ്പോൾ എങ്ങനെ ഞാൻ ജീവിതം അടിച്ചു പൊളിക്കണ ആഗ്രഹിച്ചു. കഴിഞ്ഞ ഒരു മാസം ഞാൻ അതേപോലെയാണ് ജീവിക്കണത്. കഴിഞ്ഞ മാസം യോഗം നടന്നപ്പോ ആ സൈഡിൽ നിന്ന് ഒരു പെൺകുട്ടി എന്നെ എഴുന്നേപ്പിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, നിന്റെ ഭർത്താവ് ലിവർ സിറോസിസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക, ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്ത് നിന്റെ ഭർത്താവിനെ ദൈവം സൗഖ്യമാക്കും. മരണത്തിനും ജീവനും ഇടയിൽ കടന്ന് പടഞ്ഞ ആളായി നിൽക്കുന്നേ. നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ അറിയാമോ? ഇവർ യോഗം കഴിഞ്ഞ് തിരിച്ചവിടെ ചെല്ലുമ്പോ റിസീവ് ചെയ്യാൻ വന്നത് ഈ ഭർത്താവ്. അവരെ കൈ അടിച്ച ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. എൻ്റെ പേര് ജസ്റ്റീന, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ മാസമാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. എൻ്റെ അമ്മായിമ്മയാണ് അതിന് മുമ്പത്തെ മാസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ആ വീക്കിലാണ് ഹസ്ബൻഡ് ബ്ലഡ് വൊമിറ്റ് ചെയ്ത് അനിയത്തിയും അനിയനും കൂടിയിട്ട് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി പറഞ്ഞു ഇത്തിരി ക്രിട്ടിക്കലാണ്, ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ പറഞ്ഞു. അവിടെ എത്തിച്ചു. ആ സമയത്ത് ഞാൻ ഹസ്ബൻഡായിട്ട് പിണങ്ങി ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു ചേട്ടനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ ചെന്ന് സ്കാനും ഇതൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞു ലിവറിൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ലിവർ സിറോസിസ് ആവാറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ടെൻഷൻ അടിച്ചു, ആള് ടെൻഷൻ അടിച്ചു. പ്രാർത്ഥിച്ചു തുടങ്ങി. കാരണം എനിക്ക് 2 ചെറിയ മക്കളാണ്. ഇത് മൂത്ത മോൻ, രണ്ടാമത്തെ 1.5 വയസ്സായ ഒരു കുഞ്ഞുണ്ട് എനിക്ക്. ആ സമയത്ത് എനിക്ക് ആരെ വിളിക്കണമെന്നില്ല. കാരണം ഈ ചേട്ടൻ്റെ ഒറ്റ വരുമാനത്തിലാണ് ഞാൻ ജീവിക്കണത്. ഏട്ടനില്ലാണ്ടായ ഒരടി പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ അതിനായിട്ട് കഷ്ടപ്പാടാണ്. എനിക്ക് അവിടെ എൻ്റെ വീട്ടിൽ പോയാലും കുറച്ച് നാൾ നിന്നാലും നമ്മുടെ വീട്ടിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാധ്യതയാവും. എൻ്റെ ആങ്ങളെ ഭാര്യ മക്കളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആകെ കൂടി എനിക്ക് ആശ്വാസം എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ്. അപ്പോൾ ആളുടെ ജീവൻ കുറേ നാൾ കിട്ടാനായിട്ട് കുറേ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് എൻ്റെ അമ്മ കഴിഞ്ഞ മാസം മുപ്പാട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആ സമയത്ത് വരാൻ പറ്റിയില്ല. എൻ്റെ അമ്മേനെ തടഞ്ഞു. ആ സമയത്ത് എന്നെ പറഞ്ഞു വിട്ടു, നീ പോയി പ്രാർത്ഥിക്കാൻ. അമ്മായിമ്മയുടെ അക്കാര്യത്തിലാ ഏറ്റവും ഭയങ്കരം കേട്ടോ. ഈ മോൻ്റെ മരണവാർത്ത കേൾക്കുമെന്നാ വിചാരിച്ചേ. അമ്മായിയമ്മ മരുമോളോട് പറഞ്ഞു, നീ ഒന്ന് പോയി പ്രാർത്ഥിക്കടി, യേശു വിടുവിച്ചാലോ. അതിന് തലേ ദിവസമാണ് ഹസ്ബൻഡിന് ഞാൻ സ്കാനിങ്ങിന് വേണ്ടി കൊണ്ടുപോയത്. അപ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൽ പറഞ്ഞു ലിവറിൽ ഫാറ്റ് നിറഞ്ഞേക്കാണ്. ഒരാഴ്ച മാക്സിമം അവിടെ അഡ്മിറ്റായി കിടക്കേണ്ടി വരും. 20-ാം തീയതിയാണ് എൻഡോസ്കോപ്പി ചെയ്യാൻ വന്നേക്കണേ. അത് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കുറേ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു. ഞാനാണെങ്കിൽ എൻ്റെ താഴെയുള്ള മോനെ എൻ്റെ അനിയത്തിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നത്. എൻ്റെ അമ്മയ്ക്ക് ജോലി കളയണ്ടെന്ന് വെച്ചിട്ട് അനിയത്തി എനിക്ക് കുറേ വേണ്ടി സഹിച്ചു. എൻ്റെ മോനെ പാല് കുടിക്കണ എൻ്റെ കൊച്ചിനെ അവളാണ് ഒറ്റയ്ക്ക് നോക്കി വരുന്നത്. അപ്പം അമ്മ പറഞ്ഞു, നീ പോ, എന്തായാലും പോവാണ്ടിരിക്കണ്ട, നീ പോവാൻ പറഞ്ഞിട്ട് ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ മൂത്ത മോനായിട്ടാണ് ഇവിടെ വന്നത്.
ഇവിടെ വന്നപ്പോൾ ഞാൻ RC ക്രിസ്ത്യാനിയാണ്. എനിക്ക് ഇവിടുത്തേത് എനിക്ക് അത്രയും അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ കണ്ട പ്രാർത്ഥനകളും വ്യത്യസ്തമാണ് ഇവിടെ. തുടക്കമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരു വിശ്വാസം വന്നു. ആ സമയത്ത് ഓരോ സാക്ഷ്യങ്ങളും ഓരോരുത്തരെ വിളിക്കണ കേട്ടപ്പോൾ ഈശ്വരൻ എന്നെ ഒന്ന് വിളിച്ചെങ്കിൽ ഈശോയെ എന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച സമയത്താണ് പാസ്റ്റർ ഇവിടെ കേറിയിട്ട് റിട്ടേൺ വന്നത്. റിട്ടേൺ വന്നിട്ട് എന്നെ വിളിച്ചത്. നിങ്ങൾ കേട്ടോ, കത്തോലിക്കക്കാരി പറഞ്ഞ കേട്ടോ, ഞാനിങ്ങനെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആളവിടുന്ന് പ്രാർത്ഥിച്ചു, ഈശോയെ എന്നെയും കൂടെ ഒന്ന് വിളിക്കണം, എൻ്റെ ഹസ്ബൻഡ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുക, എന്നെയും കൂടെ വിളിക്കണം. ചില വിളികൾ ദൈവം കേൾക്കും കേട്ടോ. പാസ്റ്റർ വന്നിട്ട് വിളിച്ചിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നതൊക്കെ പാസ്റ്റർ ആ സമയത്ത് പറഞ്ഞു. അപ്പോ ഹസ്ബൻഡ് സൗഖ്യമാകുമെന്ന് പറഞ്ഞപ്പോ നീ എന്തോ വിചാരിച്ചു? അപ്പൊ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം എന്നോട് ഡോക്ടർ പറഞ്ഞു എന്തായാലും അഡ്മിഷൻ കിട്ടും, എന്നെ ഡിസ്ചാർജ് ആവില്ല, കാരണം എൻഡോസ്കോപ്പി ചെയ്താൽ മാത്രമേ എന്തിനും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അന്ന് വൈകിട്ട് ഹസ്ബൻഡ് ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും വിശ്വാസം ഉണ്ടായിരുന്നു, എന്നാലും പകുതി ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടുത്തെ പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞ എന്നൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞില്ല, ഡിസ്ചാർജ് ചെയ്ത കേസ് പറഞ്ഞില്ല. പക്ഷെ ആ സമയത്ത് ഹസ്ബൻഡിന്റെ കയ്യിൽ ഡിസ്ചാർജ് ഉണ്ടായിരുന്നു. ഒന്ന് കൈയടിച്ചൊരു സ്വതന്ത്രം പറയാമോ? ഇവൾ ഇവിടുന്ന് ഫോൺ വിളിച്ച് പറയുമ്പോ ഡോക്ടർ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് ഡിസ്ചാർജ് സമ്മറി കയ്യിരിക്കുക. ഒന്ന് കൈയടിച്ചൊരാമയും പറയോ? അടുത്തൊരു എൻഡോസ്കോപ്പി ചെയ്യാതെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ അതേ ഡോക്ടർ ഡിസ്ചാർജ് എഴുതി കൊടുത്തെന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. യേശു ജീവിക്കുന്നു ദൈവത്തിന്റെ മക്കളെ. അടുത്ത മാസം മോള് ഹസ്ബൻഡുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു പറഞ്ഞപ്പോൾ അത് വിശ്വാസമായി. അപ്പോൾ അത് കഴിഞ്ഞ് പാസ്റ്റർ പേഴ്സണലായി കണ്ടിട്ട് പറഞ്ഞു അടുത്ത മാസം നീ ഭർത്താവിനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോഴും നമുക്ക് കാരണം അത്ര ആളവിടെ അങ്ങനെ കെടുക്കല്ലേ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറി തൃശ്ശൂർ എത്താറായ സമയത്ത് ഹസ്ബൻഡ് എന്നെ ഫോൺ വിളിച്ചു, നീ എവിടെ എത്തിയെന്ന് വെച്ച് പറഞ്ഞു. എനിക്ക് സ്ഥലം അറിയില്ല, എത്താറായില്ലെന്ന് പറഞ്ഞു. നീ സ്റ്റേഷനിൽ എത്തുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ സ്റ്റേഷനിലെത്തി ഫോൺ വിളിച്ച് എന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ശരിക്ക് കൈയടിച്ച് യേശുവിന് നന്ദി പറഞ്ഞേ. ദൂത് പറഞ്ഞപ്പോൾ പറഞ്ഞു അടുത്ത മാസം നിങ്ങൾ കുടുംബമായിട്ട് ഇവിടെ ആരാധനയ്ക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനല്ലേ പറഞ്ഞു? പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു. എടാ സന്തോഷല്ലേ? ആ മൈക്കെടുത്ത് നീ ഒന്ന് മോനെ, നീ കുടിക്കരുത്. നിനക്ക് കുടിക്കുന്നൊരു സ്വഭാവമുണ്ട്, സത്യമല്ലയോ? നിന്റെ അകത്ത് മദ്യത്തിൽ കൈവശം വന്നിട്ടുണ്ട്. നിങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്ന ഇഷ്ടമില്ലാത്തവരുണ്ട്. അതിനുവേണ്ടി കെട്ടിവെച്ച കെട്ടായതല്ല. ദൈവം കഴിഞ്ഞ മാസം നിന്റെ ഭാര്യയോട് ദൂത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു നിനക്ക് പുതിയ അവയവം ദൈവം തരുമെന്ന. നീ ടെസ്റ്റ് ചെയ്ത് നോക്കിയോ, നിനക്ക് പുതിയ അവയവം ദൈവം തന്നിട്ടുണ്ട്. ശേഷം 20-ാം തീയതി എൻഡോസ്കോപ്പ് ചെയ്യാൻ പോയി. അപ്പോൾ എൻഡോസ്കോപ്പ് ചെയ്യുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. എന്നെക്കാളും കൂടുതൽ പേടി എൻ്റെ ഹസ്ബൻഡിനായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കായിരുന്നു ഒരു കുഴപ്പമുണ്ടാവാണ്ട് വന്നോളൂന്ന്. എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് വന്നപ്പോൾ പറഞ്ഞു അവൻ്റെ ലിവറിന് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ എങ്ങനെ ഞാൻ ജീവിതം അടിച്ചു പൊളിക്കണ ആഗ്രഹിച്ചു. കഴിഞ്ഞ ഒരു മാസമായിട്ട് പോലെയാണ് ജീവിക്കണത്. നിങ്ങളൊന്ന് ആവേശത്തോടൊന്ന് കൈയടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യില്ലേ പ്രിയരെ? ഇതെല്ലാം ചെയ്തത് നമ്മുടെ കർത്താവാകട്ടോ. ഈ മോള് പറഞ്ഞു കേട്ടോ, അവളെല്ലാം രാത്രിയിലും കരഞ്ഞുകൊണ്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന നേരത്തെ. പക്ഷേ കഴിഞ്ഞൊരു മാസമായിട്ട് ഇപ്പൊ സന്തോഷാ വീട്ടിൽ. സന്തോഷം. ഇതുപോലെ ഇനി മരിക്കണവര് ജീവിക്കാൻ ആഗ്രഹം. സ്നേഹിതരെ, യേശു വന്ന് വീട്ടിൽ കയറിയാൽ ഇതാണ് മോനെ. ഇപ്പം ഒരു മാസമായിട്ട് കൂടിയൊന്നുമില്ല. സന്തോഷമാണ് നിനക്ക് അല്ലേ? ഒന്ന് പറഞ്ഞടാ നീ. സന്തോഷ ഇതേപോലെ മുന്നോട്ട് പോകണം. ഇപ്പൊ കുടിക്കാനൊന്നും തോന്നില്ല. എടാ ഇവിടെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്നാ ഈ ഹോസ്പിറ്റലിൽ നടന്നേ? 20-ാം തീയതി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അത്ര നേരം നിൽക്കേണ്ട ആവശ്യമില്ല. കൊളം പറഞ്ഞു. 20-ാം തീയതി വരെ ഹോസ്പിറ്റലിലാണ് ഇട്ടതാ. അത് മിറക്കിളല്ലേ? ഇവിടെ പ്രവചനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് യേശു. നിങ്ങൾ ഇന്ന് രാവിലെ ഒരു വാക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മയുടെ ഒറ്റ പ്രാർത്ഥനയിലാണ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിൽക്കുന്നത്. അമ്മയുടെ ആ കരച്ചിൽ കണ്ടാൽ അറിയാം. കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഒരുമിച്ച് എത്തിക്കാറില്ല.
ഇപ്പൊ തൊട്ട് ഞങ്ങള് 1 മാസമായിട്ട് ഒരുമിച്ചിരുന്ന കുടുംബ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥന ഉണ്ട്. ഒരുമിച്ച്. ജെയ്സന് മദ്യപിച്ചുകൊണ്ടിരുന്ന ജെയ്സൺ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ കുടുംബ പ്രാർത്ഥന നടത്തിയിട്ടില്ല. കഴിഞ്ഞ 1 മാസമായിട്ട് കുടുംബ പ്രാർത്ഥന ഉണ്ട്. ICU കയറിയാൽ എന്താ? കുടുംബ പ്രാർത്ഥന ഉണ്ട്.